രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടിന് വേണ്ടി ഏത് സമയവും ഏത് വിഭാഗവുമായി നീക്കുപോക്കാകാം. ഒരു സുപ്രഭാതത്തിൽ തബ്ലീഗ് ജമാഅത്ത് രംഗത്ത് വന്നിട്ട് അവർ പാർട്ടിക്ക് പിന്തുണക്കാൻ ആ പാർട്ടി അവർ എതിർക്കൂല. ഇപ്പുറത്ത് വന്നിട്ട് വേറൊരു പാർട്ടി, നമ്മൾ എതിർക്കുന്ന പാർട്ടി വന്നിട്ട് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി നീക്കുപോക്കാറെന്ന് ആ രാഷ്ട്രീയ പാർട്ടി അവർ എതിർക്കൂല. കാരണം അവർക്ക് വോട്ടും ഈ രാജ്യത്ത് നിലനിൽക്കാനുള്ള അധികാരവുമാണ് ആവശ്യം. അത് ആവശ്യമാണ്. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ആദർശ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച സ്വഹാബത്ത് കൈമാറിത്തന്ന ഈ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശത്തിൽ ഒരു പോർണം ഏൽപ്പിക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന കണിശമായ നിലപാടുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ദുർബലപ്പെടുത്താൻ, അതിനെ തളർത്താൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ആ ശ്രമം കേവലം വ്യാമോഹം മാത്രമാണ്. സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും ബാക്കി 39 മുഷാവറ മെമ്പർമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 100 വർഷക്കാലം മുന്നോട്ട് പോയ ഈ പ്രയാണം ഇനിയും ഇൻഷാ അല്ലാഹ് തുടരുക തന്നെ ചെയ്യും. സമസ്ത ദീനിൻ്റെ കാര്യത്തിൽ മുഖം നോക്കാതെ കല്ലും നെല്ലും വേർതിരിച്ചു തന്നുകൊണ്ട് ഈ 100 കൊല്ലക്കാലം നിരന്തരമായി സത്യസന്ധമായി പ്രവർത്തിച്ച് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ഈ കഴിഞ്ഞുപോയ ഒരു നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ഈമാൻ കാത്തു സൂക്ഷിച്ച ഖബറിൽ സ്വർഗമായി സുഖമായി ഖബറിൽ സ്വർഗീയ ജീവിതം നയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത അതിമഹത്തായ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതാണ് അതിനെ നിസ്സാരപ്പെടുത്തുമ്പോൾ, അതിനാരെങ്കിലും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അതിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വൈകാരികത ജനിക്കാൻ കാരണം. ഇത് നമ്മുടെ ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നമ്മുടെ സ്വർഗവും നരകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ ഈ വൈകാരികത എന്നും എപ്പോഴും നിലനിൽക്കണം. എന്തൊക്കെ വിഷയങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതാലും ശരി, ആദർശത്തിൻ്റെ വിഷയത്തിൽ കോംപ്രമൈസിന് പോകാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ ആഹാരം രക്ഷപ്പെടണം. സമസ്ത ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ സങ്കല്പിച്ച് നോക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിളയാട്ടമായിരിക്കും ഇവിടെ. ഇന്ന് എവിടെ പോയി മുജാഹിദ് പ്രസ്ഥാനം? വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇപ്പോൾ പുതിയ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു സ്ത്രീ പള്ളി പ്രവേശ വിവാദം മുജാഹിദ് വലിച്ചിട്ടല്ലോ. മുജാഹിദിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ പബ്ലിക് പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങൾ അത് ശക്തമായി ചെറുത്തു നിന്നു. സുപ്രഭാതം ദിനപത്രം ആവശ്യമായ വിഭവങ്ങൾ മുസ്ലിം സമൂഹത്തിന് നൽകി. ഒതുങ്ങിയാലോ അവർ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അജയ്യമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയില്ലേ? പഴയ കാലത്ത് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ മഹാനായ മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, മഹാനവറുകൾ പറഞ്ഞിരുന്നു, അക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയല്ല, അത് രാഷ്ട്രീയത്തിൻ്റെ കുപ്പായമണിഞ്ഞ മതസംഘടനയാണെന്ന് കൃത്യമായി അദ്ദേഹം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് പ്രസംഗിച്ചിരുന്നു. ഇന്ന് അവർ മതസംഘടന മാറ്റിവെച്ചല്ലോ, കേവലം ഒരു രാഷ്ട്രീയ സംഘടനയായി പരിണമിച്ചിരിക്കുകയാണ്. പറഞ്ഞ ആശയങ്ങളൊക്കെ പിൻവലിക്കാൻ നിർബന്ധിതമായി. എങ്ങനെ നിർബന്ധിതമായി? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും എക്കാലവും അതിൻ്റെ ആശയ ദൗർബല്യം വളരെ വ്യക്തമായി മുസ്ലിം സമൂഹത്തിന് തുറന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇതല്ലേ സത്യം? ഓരോ സംഘടന കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. മുജാഹിദ് പ്രസ്ഥാനം ഈ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനയും ഒരു പ്രത്യേകത, ഇത്തരം വഴിപഴച്ച പാർട്ടികളിൽ പോയാൽ രാഷ്ട്രീയ പാർട്ടികൾ ഭിന്നിക്കുമ്പോൾ മാറി മാറി പോകുന്ന പാർട്ടികൾ പോകുന്നത് പോലെയല്ല. ഈ വഴിപഴച്ച പാർട്ടികൾ പോയാൽ, ബിദഈ പാർട്ടികളിൽ പോയാൽ, ഈ മതയുക്തിവാദികളെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഈ കക്ഷികളുടെ കൂടെ പോയാലുള്ള അപകടം, അത് പതുക്കെ 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 കുഫറിലേക്ക് എത്തിച്ചേരും. അതതിൻ്റെ പ്രത്യേകത. അത് കുഫറിലേക്ക് ഒറ്റ ഘട്ടത്തിൽ ഫസ്റ്റ് ഘട്ടം തന്നെ ഒരാൾ മുജാഹിദാൽ കാഫറാകണമെന്നില്ല. പക്ഷെ ക്രമാനുഗതമായി പതുക്കെ പതുക്കെ അപ്പുറത്തേക്ക് പോകും. അള്ളാഹുവിൻ്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്റുജൂന മിനദ്ദീൻ കമാ യഖ്റുജു സഹ്മു മിനർ റമിയ. അമ്പെയ്യുന്ന സമയത്ത് തൻ്റെ അസ്ത്രം, മൂർച്ച ഉള്ള ഈ അസ്ത്രം ഒരു ഉരുവിന് നേരെ ശക്തമായി എയ്തുവിട്ടാൽ ആ ഉരുവിനെ തുടച്ചു കയറി ആ അസ്ത്രം പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ ബിദ്അത്തിന്റെ ആളുകൾ ദീൻ നിന്ന് പുറത്തേക്ക് ക്രമാനുഗതമായി തെറിച്ചു പോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും, എത്രയോ ഉദാഹരണങ്ങൾ.
ഖാദിയാനി പ്രസ്ഥാനം കുഫറിൻ്റെ പ്രസ്ഥാനമാണ്. ഒരു ഖാദിയാനി ഹജ്ജിന് അപേക്ഷിച്ചാൽ സൗദി ഗവൺമെൻറ് ഹജ്ജ് വിസ സ്റ്റാമ്പ് ചെയ്യില്ല. ഒരു ഖാദിയാനി ഉംറയ്ക്ക് അപേക്ഷിച്ചാൽ സൗദി ഗവൺമെൻറ് ഉംറ വിസ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കില്ല. കാരണം കാഫിറിന് ഹറമിലേക്ക് പ്രവേശനമില്ല. ആ തരത്തിൽ ലോക മുസ്ലിങ്ങൾ സമസ്തഗണക്കാർ നേരത്തെ പ്രഖ്യാപിച്ചത് ഇന്ന് ലോക മുസ്ലിങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഖാദിയാനി പ്രസ്ഥാനത്തിൽ അടുത്ത കാലങ്ങളായി പോയ ആളുകൾ ആരാണെന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കി. ഒന്നുകിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന്, അല്ലെങ്കിൽ അതുപോലെ തത്തുല്യമായ ബിദഈ സംഘടനകളാണ് അങ്ങോട്ട് പോകുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വചനം വളരെ കറക്റ്റാണ്. അവർ ക്രമാനുഗതമായി ദീനിൻ്റെ പുറത്തേക്ക് പോകുമെന്ന ആ വചനം അടിവരയിടേണ്ട വചനമാണ്. അതാണ് ഇതിൻ്റെ ഗൗരവം. ഈ പാർട്ടികളൊന്നും അങ്ങനെ ഗൗരവത്തിലേക്ക് പോകാൻ, കുഫറിലേക്ക് പോകാൻ പറഞ്ഞ ആശയത്തിൽ ഉറച്ചു നിൽക്കാത്ത പാർട്ടികളാണ് അവർ. സമസ്ത അന്ന് പറഞ്ഞത് 100 കൊല്ലം മുമ്പ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാരവി തങ്ങൾ പറഞ്ഞത് 13 നൂറ്റാണ്ടപ്പുറത്ത് സ്വഹാബത്തും താബികളും തബഅത്താബികളും പറഞ്ഞതാണ്. മാറ്റമില്ല, നമുക്ക് മാറ്റമില്ലാത്ത ആദർശമാണ്. മുജാഹിദ് പ്രസ്ഥാനോ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്തുകാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. തബ്ലീഗുകാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് എൻ്റെ പ്രായമുള്ള ആളുകൾക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനം ഉന്നയിച്ച വലിയ തർക്ക വിഷയം കൂട്ടപ്രാർത്ഥന നടത്താമോ, നമസ്കാര ശേഷം നടത്താൻ പറ്റൂല, ബിദ്അത്താണ്, കൂട്ടപ്രാർത്ഥന ബിദ്അത്ത് എന്നാണ്. ഈ അടുത്ത കാലങ്ങളിലുള്ള അവരുടെ ആനുകാലികങ്ങൾ വായിച്ചു നോക്കിയാൽ ഇപ്പം അടുത്ത കാലത്തൊക്കെ അവർ ചർച്ച ചെയ്യുന്നത് കൂട്ടപ്രാർത്ഥന ബേസിലിട്ടു. നിസ്കാരം എന്ന് പറഞ്ഞാൽ സ്വല എന്ന് അറബിയിൽ പറയാം. സ്വലൻ്റെ അർത്ഥം പ്രാർത്ഥന എന്നാണ്. അപ്പോൾ സ്വല നടത്തിയാൽ പ്രാർത്ഥന നടത്തിയാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെന്തൊരു പ്രാർത്ഥന? കൂട്ടപ്രാർത്ഥന അവിടെ നിൽക്കട്ടെ, ഒറ്റക്കൻ എന്തിനാ ദ്വാരക്കണം? നിസ്കാരത്തിൻ്റെ പ്രാർത്ഥനയല്ലേ, അത് കഴിഞ്ഞാൽ എണീറ്റ് പോകാം. അതും കഴിഞ്ഞ് പുതിയ ചർച്ചകൾ എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വെച്ചാൽ അവർ ആനുകാലികങ്ങൾ പറയുന്നത്, അവരുടെ ഖത്തീബ് ഈ അടുത്ത കാലഘട്ടത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞു, മലയാളമുള്ള അവർ പ്രസംഗം, മലയാള പ്രസംഗത്തിൽ പറഞ്ഞു, നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്താൻ പറ്റുമോ ഇല്ലെന്ന് ഇപ്പോൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ കൈ ഇങ്ങനെ കാണിക്കുന്നത്? അതൊക്കെ ഏതോ ഖുറാഫികൾ ഉണ്ടാക്കിയതായിരിക്കും. അള്ളാഹിനെ ചോദിക്കുമ്പോൾ വലിയ കാര്യം ചോദിക്കുമ്പോൾ വലിയ ചാക്ക് താങ്ങി പിടിക്കുമ്പോൾ ഇങ്ങനെ കൈ കാണിക്കുന്നവർ അള്ളാഹിൻ്റെ ഇതൊക്കെ നിസ്സാര. അപ്പോൾ കയ്യൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഇനി പരമാവധി കാണിക്കണം, ജസ്റ്റ് എനിക്ക് അവൻ തരുമോ എന്നൊക്കെ പറയും, ഇങ്ങനെ കാണിച്ചാൽ മതി, പഠിച്ചതൊക്കെ നിസ്സാരാണ്. ഈ തരത്തിൽ വരെ പുതിയ പുതിയ ചർച്ചകൾ അവതരിപ്പിച്ചുകൊണ്ട് അവർ ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ ആശയങ്ങൾ അങ്ങ് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുക. പഴയ കാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് തറാവീൻ്റെ റക്കായത്തിൻ്റെ എണ്ണം 20 വെട്ടിച്ചുരുക്കി അത് 8, 3, 11 റക്കായത്തല്ല 8 റക്കായത്തല്ല. കുറേ കാലം ഇങ്ങനെ കൺഫ്യൂഷനായി. അപ്പോൾ 8 റക്കായത്ത് തറാവീഹ്, 3 റക്കായത്ത് വിത്തറും. അപ്പോൾ 8 റക്കായത്ത് തറാവീഹിന് എങ്ങനെ തറാവീഹ് എന്ന് പറയാൻ ചോദിച്ചുമ്പോൾ ആൾക്കാർ, തറാവീഹ് എന്ന് പറഞ്ഞാൽ തെർവീഹത്തിൻ്റെ ബഹുവചനമാണ് തറാവീഹ്. തെർവീഹത്ത് 4 റക്കായത്ത് നിസ്കരിച്ചുള്ള വിശ്രമമാണ്. അപ്പോൾ 4 റക്കായത്ത് നിസ്കരിച്ച് ഒരു വിശ്രമം, 8 റക്കായത്തിന് വിശ്രമമല്ല കഴിഞ്ഞു, 3 റക്കായത്ത് വിത്തറ. അപ്പോൾ ഇങ്ങനെ ബഹുവചനം ഉപയോഗിക്കുക. അപ്പോൾ പിന്നെ അവർ കണ്ടുപിടിച്ചു തറാവീഹ് എന്നാണ് വേറിട്ട് പറയേണ്ട, ഈ 11 റക്കായത്ത് ഒരുമിച്ച് തറാവീഹ് ആക്കാന്ന് വെച്ചു. അപ്പോൾ അതിന് വിത്തർ എന്ന് പേരിട്ടു. വിത്തർ ചുരുങ്ങിയാൽ 1 റക്കായത്ത്, കൂടിയാൽ 11 റക്കായത്ത്. അപ്പോൾ തറാവീഹ് എന്ന് പറഞ്ഞാൽ റമളാനിൽ നടക്കുന്ന വിത്തറിന് തറാവീഹ് എന്ന് പേരിട്ടതാണ്. അല്ലാതെ തറാവീഹ് നിസ്കാരം അവരെന്ത് ചെയ്തു, വെട്ടിമാറ്റി. അപ്പം അങ്ങനെ മാറ്റി ലാസ്റ്റ് അവർ എന്താക്കി വെച്ചാൽ, അപ്പോൾ തറാവീഹ് പറഞ്ഞത് ഏറ്റവും മിനിമം റക്കായത്ത് നിസ്കരിച്ചാൽ പോരെ, 9 റക്കായത്ത് നിസ്കരിച്ചാലും മതി, ഇന്ന തറാവീഹായി. അങ്ങനെ നിരന്തരം മതനിയമങ്ങളിൽ പരിഷ്കരണങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന, കുറച്ചുകൊണ്ടിരിക്കുന്ന, കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ദീൻ വെച്ച് ഈ വികൃതമാക്കുന്ന, ദീനിൽ കളിക്കുന്ന ഒരു വിഭാഗമാണ് ഇത്തരത്തിലുള്ള മതയുക്തിവാദികൾ. അത് അപകടകരമായ ദീനാണ് നഷ്ടപ്പെടുക. മരിച്ചു പോകുമ്പോൾ കെലിമ ചൊല്ലാൻ കിട്ടൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ തരത്തിലുള്ളൊരു വിഷയമായതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സാന്നിധ്യത്തെ നമ്മൾ കണക്കാക്കുന്നത്. അൽഹംദുലില്ലാഹ് സമസ്ത വലിയ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു 100 കൊല്ലം അന്തസ്സായി അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗത്തിനും സമസ്തയെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടും സമസ്തയെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അത്തരം ആളുകളുണ്ട്. കാരണം സമസ്തയുടെ ചരിത്രത്തിൽ പുതിയതല്ല പ്രതിയോഗികൾ. സുപ്രഭാതത്തെ നിർത്തലാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു നോക്കി. നമ്മൾ അനുഭവിക്കുന്ന ആളുകളല്ലേ, പല ഗൂഢാലോചന മീറ്റിങ്ങുകളും മറ്റും നടത്തി സുപ്രഭാതത്തിനെ അവസാനിപ്പിക്കാൻ പറ്റുമോ? ആദ്യമൊക്കെ 6 മാസം നിൽക്കുള്ളൂ കൂടിയാവുന്നതാണ്. ഇത് 6 മാസമല്ല 6 കൊല്ലം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണെന്ന് കണ്ടപ്പോൾ സുപ്രഭാതം നിർത്താൻ വരിക്കാരെ ചേർക്കലിന് വിഘാതം സൃഷ്ടിച്ചു കൊണ്ടുവന്നു. എത്ര വർഷങ്ങൾ, എത്ര ആളുകൾ. പക്ഷെ അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമ തൊട്ടതെല്ലാം പൊന്നാക്കിയ പ്രസ്ഥാനം എന്ന് പറഞ്ഞതുപോലെ സുപ്രഭാതത്തിന് പോർലുമേൽപ്പിക്കാൻ ഒരെണ്ണം വരിക്കാരെ പോലും ചുരുക്കാൻ
ഇവർക്കാർക്കും സാധിച്ചിട്ട് അജയ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു കുഴപ്പമല്ല. തഹിയ ഫണ്ട് സമസ്ത പ്രഖ്യാപിച്ചു. സയ്യിദുൽ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നാവുകൊണ്ട പ്രഖ്യാപിച്ചത്. അള്ളാഹു മഹാനവറുകൾക്ക് ഹിമ്മത്തും ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ കരുത്ത് നൽകാനുള്ള മനക്കരുത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവരുടെ നാവ് കൊണ്ട് പറഞ്ഞു. ഒരുപാട് ആളുകൾ എതിർത്തു നോക്കി. പക്ഷേ എന്ത് സംഭവിച്ചു? എല്ലാവരെയും നോക്കി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും അത്ഭുതസ്തബ്ധരാക്കിക്കൊണ്ട് എവിടുന്നാണ് ഇതൊക്കെ പാടെ ഒന്നുകൂടി നമുക്ക് അറിഞ്ഞുകൂടാ. പണ്ട് മണ്ണാർക്കാട് തെരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ മറുവിഭാഗം സുന്നി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു, അവിടെ വോട്ട് ചെയ്യാൻ കരിപ്പൂർ എയർപോർട്ട് മലക്കൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ പോലെ എവിടുന്നാണ് ഈ കാശ്? ഇതിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയാൽ അങ്ങനെ 100, 1000, 10,000 അപ്പോഴേക്ക് ലക്ഷവും, അടുത്ത് 20 ലക്ഷം, അങ്ങനെ 21 ലക്ഷം, ഇങ്ങനെ കോടി, പിന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. അത്രമാത്രം ജനസമൂഹം സമസ്ത കേരള ജംഇയ്യത്തുലമയോട് ബഹുമാനവും ആദരവും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ്. കാരണം അവരൊക്കെ വിശ്വസിക്കുന്നത് ദീൻ നിലനിൽക്കണമെങ്കിൽ, സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് വേണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടിന് വേണ്ടി ഏത് സമയവും ഏത് വിഭാഗവുമായി നീക്കുപോക്കാകാം. ഒരു സുപ്രഭാതത്തിൽ തബ്ലീഗ് ജമാഅത്ത് രംഗത്ത് വന്നിട്ട് അവർ പാർട്ടിക്ക് പിന്തുണക്കാൻ ആ പാർട്ടി അവരെതിർക്കൂല. ഇപ്പുറത്ത് വന്നിട്ട് വേറൊരു പാർട്ടി, നമ്മൾ എതിർക്കുന്ന പാർട്ടി വന്നിട്ട് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയെ നീക്കുപോക്കാറെന്ന് ആ രാഷ്ട്രീയ പാർട്ടി പിന്നെ അവരെതിർക്കൂല. കാരണം അവർക്ക് വോട്ടും ഈ രാജ്യത്ത് നിലനിൽക്കാനുള്ള അധികാരവുമാണ് ആവശ്യം. അത് ആവശ്യമാണ്. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുലമയെ സംബന്ധിച്ചിടത്തോളം ആദർശ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച സ്വഹാബത്ത് കൈമാറി തന്ന ഈ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശത്തിൽ ഒരു പോർലും ഏൽപ്പിക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന കണിശമായ നിലപാടുമായി സമസ്ത കേരള ജംഇയ്യത്തുലമ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ദുർബലപ്പെടുത്താൻ, അതിനെ തളർത്താൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ആ ശ്രമം കേവലം വ്യാമോഹം മാത്രമാണ്. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും ബാക്കി 39 മുഷാവറ മെമ്പർമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 100 വർഷക്കാലം മുന്നോട്ട് പോയ ഈ പ്രയാണം ഇനിയും ഇൻഷാ അല്ലാഹ് തുടരുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തസ്സോടെ ആത്മാഭിമാനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകാൻ സമസ്തക്ക് കരുത്ത് പകരുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.